നമസ്കാരം. അറേബ്യ ദിസ് വീക്കിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പതിറ്റാണ്ടിനു ശേഷം UDF കേരളത്തിൽ അധികാരത്തിൽ വന്നതിൻ്റെ ആഘോഷത്തിലാണ് UDF അനുകൂല പ്രവാസി സംഘടനകൾ. വലിയ സ്ക്രീനിൽ റിസൾട്ടൊക്കെ അറിഞ്ഞതിനു ശേഷം ആഘോഷങ്ങളും സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ച തുടങ്ങിയതിനു ശേഷം ഇത്തരത്തിൽ കോൺഗ്രസ് അനുകൂല പ്രവാസി സംഘടനകളിലും അഭിപ്രായ വ്യത്യാസം ഉയരുന്നുണ്ട്. പ്രചാരണഘട്ടം മുതൽ UDF അനുകൂല പ്രവാസി സംഘടനകൾ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഓരോ മണ്ഡലത്തിലും നടത്തേണ്ട ഇടപെടലുകൾ കൃത്യമായി നടത്തി. തങ്ങളെക്കൊണ്ടാവും വിധം ഇൻഗാസും OICCയും KMCCയുമെല്ലാം പ്രചാരണം നടത്തി. നാട്ടിലേക്ക് ഫോൺ വിളിച്ചു. വാട്സപ്പ്, ഫേസ്ബുക്ക് വഴിയുമെല്ലാം വോട്ട് തേടി. സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചാരണം ഏറ്റെടുത്തു. ഇത്തവണ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേക വിമാനങ്ങളിൽ പ്രവർത്തകരെ വോട്ട് ചെയ്യിക്കാൻ എത്തിക്കാനായില്ല. എന്നാൽ സ്വന്തം നിലയ്ക്ക് ധാരാളം പേർ നാട്ടിലെത്തി വോട്ട് ചെയ്തു. ബാച്ചിലേഴ്സ് റൂം കേന്ദ്രീകരിച്ചുള്ള വോട്ട് തേടലും ഉണ്ടായിരുന്നു. ഫലമറിയാൻ വലിയ സ്ക്രീൻ ഒരുക്കി പ്രവർത്തകർ കാത്തിരുന്നു. ആദ്യ മിനിറ്റ് മുതൽ ആവേശം നിറഞ്ഞു. ഓരോ ലീഡിനും ആർപ്പുവിളികൾ ഉയർന്നു. വിജയമുറപ്പിച്ചതോടെ ആഘോഷം ആരംഭിച്ചു. സ്വർണം കട്ടത് ആരപ്പ എന്ന പാരഡിപ്പാട്ട് വിജയഗാനമായി മാറി. കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തും ആഘോഷം കൊഴുപ്പിച്ചു. ജനാധിപത്യ മുന്നണി ചരിത്രപരമായ വിജയം നേടിയ അസുലഭ നിമിഷത്തിലാണ് പ്രവാസ ലോകം ആഹ്ലാദത്തിലാണ്. ഞങ്ങളെ കേരളത്തിലെ മതേതര ജനത, പ്രവാസ ലോകം കാത്തിരുന്ന ഐതിഹാസികമായ ഒരു വിജയമാണ് UDF സമ്മാനിച്ചിരിക്കുന്നത്. പ്രവാസ ലോകത്ത് ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഈ സമയത്ത് നാട്ടിൽ അതേ രീതിയിൽ തന്നെ ഇവിടെ ആവേശത്തിലാണ്. ഇന്ന് കാണുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളെ UDFന്റെ വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് പോകുന്നവരെ ഒക്കെ മാറ്റി നിന്നുകൊണ്ട് തന്നെ ഇന്ന് ഈ വിജയത്തിൽ വളരെയേറെ ആഹ്ലാദഭരിതമാണ്. ഇൻഗാസ് ദുബായ് സ്റ്റേറ്റ് കമ്മിറ്റി പ്രത്യേക വിജയാഘോഷം സംഘടിപ്പിച്ചു. പാട്ടും ഡാൻസുമായി പ്രവർത്തകർ ആറാടി.
പുതിയ സർക്കാരിൽ വലിയ പ്രതീക്ഷ വയ്ക്കുകയാണ് പ്രവാസി സംഘടനകൾ. കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി സർക്കാർ നടപ്പിലാക്കിയ ജനവിരുദ്ധ നയത്തിന് കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് ഈ 102 സീറ്റ്. തൃക്കരിപ്പൂരും പയ്യന്നൂരും തളിപ്പറമ്പുമൊക്കെ പ്രസിദ്ധിക്കുന്ന വിജയം തന്നെയാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ നട്ടെല്ലായി ഞങ്ങളുടെ സഹായമില്ലാത്ത ഒരു വീട് പോലുമില്ല. അവിടെയൊക്കെ ഫോൺ ചെയ്തുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ചെയ്തികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആശാവർക്കരുടെ കണ്ണീരൊപ്പണമെന്ന് ഓരോ ആളുകളെടുത്തും പറഞ്ഞ് പ്രവാസികളുടെ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴും ഞങ്ങളുടെ മനസ്സ് നാട്ടിലാണ്, അതുപോലെ പ്രവർത്തിച്ചു എന്നത് അഭിമാനം കൊള്ളുന്നു. ഈ 102 കിട്ടിയിട്ടുള്ള ഈ നമ്പർ പ്രവാസികളുടെ കൂടെ ഉള്ളതാണ്. പ്രവാസികളുടെ ശബ്ദമായി തന്നെ ഈ ഗവൺമെന്റ് മാറുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. തട്ടിപ്പ് സംഘം പോലെ ഇവിടെ വന്ന് വാഗ്ദാനം ചെയ്യുന്ന പിണറായിക്ക് പ്രവാസികൾ നൽകുന്ന അടിയാണ് ഈ വിജയമെന്ന് ഞങ്ങൾ പറയുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ദുർഭരണം അതാണ് ഒന്നാമത്തെ കാരണം. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള അടക്കം CPM അടക്കമുള്ള ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു വളരെ വ്യക്തമായിട്ട്. നമുക്കറിയാം, കാരണം ഞാൻ കണ്ണൂരിൽ പ്രദേശത്ത് പെടുന്ന ആളാണ്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിൽ ജീവിച്ച ആളാണ്. നമുക്കറിയാം, പയ്യന്നൂരിലും തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കരുതിയിരുന്നില്ല പയ്യന്നൂർ ഒരു മാറ്റം ഉണ്ടാകുന്നു. തളിപ്പറമ്പ്, പയ്യന്നൂർ, തൃക്കരിപ്പൂർ ഇതെല്ലാം അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ്. ഇവിടെ തന്നെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അത് വെറും കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ടല്ല, മാർക്സിസ്റ്റ് പാർട്ടിയിലെ അകത്തുള്ള അവരുടെ പ്രതിനിധികളാണ് മത്സരിച്ചത് തളിപ്പറമ്പിലും പയ്യന്നൂരും. അപ്പോൾ അതിനകത്തുള്ള ആളുകൾക്ക് പോലും ചിന്താബോധം വന്നിരിക്കുന്നു, ഇതൊരു മാറ്റം വേണം എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു. കേരളം കഴിഞ്ഞ 10 വർഷക്കാലം അനുഭവിച്ചതാണ്. നിങ്ങൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾക്ക് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നത് ഈ ഇത്രയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുള്ളൊരു സന്ദർഭമാണ്. ഇപ്പോൾ ഗൾഫിൽ നിന്ന് നാട്ടിൽ പോവുക, ആ സന്ദർഭത്തിൽ പോലും ഞങ്ങളുടെ 100 കണക്കിന് പ്രവർത്തകർ പോയിട്ടുണ്ട്, അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് ഇത്രയും മഹനീയമായി ഇത്രയും നല്ല നിലയിൽ വന്നതുകൊണ്ട് അത് ഒട്ടേറെ അഭിമാനബോധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. 977 അരിയന്ത്രാമ സ്റ്റേഷൻ നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഇന്ന് കേരള കോൺഗ്രസിൻ്റെ KC ജോസഫ് ജയിച്ചതാണ്. അതിനുശേഷം ഇന്ന് വരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ നല്ല മിന്നുന്ന വിജയം മാത്രമല്ല, കോഴിക്കോട് ജില്ലയിൽ നിന്ന്, ഞാൻ കോഴിക്കോട് ജില്ലക്കാരനായതുകൊണ്ട് തന്നെ പറയാം, 13-ൽ 13 എന്ന ഞങ്ങളുടെ ലക്ഷ്യം ഒരൊറ്റ വോട്ട് ഒറ്റ സീറ്റിൽ തട്ടിപ്പോയി. ഇത് ഒക്കെ പ്രതിപാദിക്കപ്പെടുന്നത് 10 വർഷം ഞങ്ങൾ അനുഭവിച്ച ഇടതുപക്ഷത്തിൻ്റെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും അവരുടെ കയ്യൂക്കിനും വിധേയമാക്കപ്പെട്ട് അരഞ്ഞു ജീവിക്കേണ്ടി വന്ന ഞങ്ങളുടെ ഒരു 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 ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചിത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. വിജയാഘോഷം കഴിഞ്ഞ് മുഖ്യമന്ത്രി ചർച്ച ആരംഭിച്ചതോടെ കോൺഗ്രസ് പ്രവാസി സംഘടനയായ ഇൻഗാസിലും അഭിപ്രായ വ്യത്യാസം മറനീക്കി പുറത്തു വന്നു. ഇൻഗാസ് നാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് നദീർ കാപ്പാട്, വൈസ് പ്രസിഡന്റ് രാജീവ് നായർ ഉൾപ്പെടെ വാർത്താസമ്മേളനം നടത്തി. തെരഞ്ഞെടുപ്പിന് നേരിട്ടത് VD സതീശനാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് തങ്ങളുടെ ആവശ്യം. ശ്രീ VD സതീശൻ കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ നടത്തിയ പ്രതിപക്ഷത്തിനെതിരെ നിയമസഭയിലും പൊതുജനങ്ങൾക്ക് വേണ്ടി നിയമസഭയിലും പുറത്തും അകത്തും നടത്തിയ പോരാട്ടങ്ങൾക്കും ആ ഒരു നിലപാടിനും ആ ഒരു ഉറച്ച നിലപാടിനും കൂടി ഇട്ടാണ് ഈ വിജയം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരവസരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ബഹുമാനപ്പെട്ട AICC പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും ബഹുമാനപ്പെട്ട KPCC നേതൃത്വവും അദ്ദേഹത്തിന് നൽകണം എന്ന് ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്. ഇനി അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ പാർട്ടി എടുക്കുന്ന നിലപാടിനോടൊപ്പം 100% ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ വാർത്താ സമ്മേളനവുമായി ദുബായ് ഇൻഗാസ് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ബന്ധമില്ലെന്ന് പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ, ജനറൽ സെക്രട്ടറി ഷൈജു അമ്മാനപ്പാറ എന്നിവർ അറിയിച്ചു. ആര് മുഖ്യമന്ത്രിയാകണമെന്ന് AICC തീരുമാനിക്കട്ടെ എന്നാണ് ഔദ്യോഗിക നിലപാട്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനം അതാരായി കഴിഞ്ഞാലും അത് ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും എന്ന് ദുബായ് ഇൻഗാസ് കമ്മിറ്റിക്ക് വേണ്ടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ച രാജ്യവും കടന്ന് മറുനാട്ടിലും ഭിന്നതയുണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി കസേരയിലേക്ക് ആരെത്തുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രവാസി മലയാളികൾ. ഒരിടവേളയ്ക്ക് ശേഷം UAE-യിൽ നിന്ന് ആശങ്കയുയർത്തുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ 3 ദിവസം ഇറാൻ UAE ആക്രമിച്ചു. ഇറാൻ ഈ ആക്രമണങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ലെങ്കിലും ഇറാൻ തന്നെയാണ് ആക്രമിച്ചതെന്നാണ് UAE പറയുന്നത്.
ഇതിനിടെ UAE സായുധ സേനാ ഐക്യത്തിൻ്റെ 50ാം വാർഷികവും ആഘോഷിച്ചു. അൻപത് ദിവസം നീണ്ടുനിന്ന സംഘർഷം ശേഷം ആശ്വാസമായി വെടിനിർത്തൽ പ്രഖ്യാപനം. കാര്യങ്ങളൊക്കെ വീണ്ടും പഴയപടിയായെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് UAE ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസവും UAEയിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയതായി UAE ആഭ്യന്തര മന്ത്രാലയം പറയുന്നു. ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രിയൽ സോൺ ലക്ഷ്യമാക്കി ആക്രമണമുണ്ടായി. വലിയ തീപിടുത്തത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഇതുവരെ 551 ബലിസ്റ്റിക് മിസൈലുകളും 29 ക്രൂയിസ് മിസൈലുകളും 2263 ഡ്രോണുകളും നേരിട്ടതായി UAE പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ആകെ പരിക്കേറ്റവരുടെ എണ്ണം 230 കഴിഞ്ഞു. അതേസമയം തങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ലെന്നാണ് ഇറാന്റെ വാദം. UAE അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തുന്നതായി ഇറാൻ ആരോപിച്ചു. എന്നാൽ ഇറാന്റെ വാദങ്ങൾ UAE തള്ളി. ഇറാൻ ആക്രമണങ്ങളെയും ഭീഷണിയെയും UAE ശക്തമായി അപലപിച്ചു. രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരായ ഇറാന്റെ നീക്കങ്ങൾ വച്ചുപൊറുപ്പിക്കില്ല, ആക്രമണങ്ങളെ ചെറുക്കും. UAE ഏതൊക്കെ രാജ്യങ്ങളുമായി സഹകരിക്കണമെന്ന് തങ്ങളുടെ മാത്രം കാര്യമാണ്, അതിൽ ഇറാൻ തലയിടേണ്ടെന്നും UAE വ്യക്തമാക്കി. ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറാനിൽ നിന്നുണ്ടാകരുത്. ശത്രുതാപരമായ നീക്കങ്ങളെ ചെറുക്കും. സമ്മർദ്ദതന്ത്രങ്ങൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നാണ് UAEയുടെ നിലപാട്. അതിനിടെ ഇറാന്റെ ആക്രമണങ്ങളും അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും രജിസ്റ്റർ ചെയ്യാൻ UAE ദേശീയ സമിതി രൂപീകരിച്ചു. UAE അറ്റോർണി ജനറൽ അധ്യക്ഷനായ സമിതിയിൽ വിവിധ ഫെഡറൽ മന്ത്രാലയങ്ങളിലെയും പ്രാദേശിക സമിതിയിലെയും പ്രതിനിധികൾ ദേശീയ സമിതി അംഗങ്ങളായിരിക്കും. UAEയിലെ സ്കൂളുകളിലെയും യൂണിവേഴ്സിറ്റികളിലെയും പഠനം വീണ്ടും ഓൺലൈനാക്കി. തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ എങ്ങനെയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റ് നിയന്ത്രണങ്ങളൊന്നും തൽക്കാലം ഏർപ്പെടുത്തിയിട്ടുമില്ല. UAE സായുധ സേന ഐക്യത്തിൻ്റെ അരനൂറ്റാണ്ട് പിന്നിട്ടത് കഴിഞ്ഞ ദിവസമായിരുന്നു. രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ സായുധ സേനയുടെ ഏകീകരണം നിർണായകമായിരുന്നു. 1976 മെയ് 6-നാണ് UAE സായുധ സേനയുടെ ഏകീകരണമുണ്ടായത്. 50ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യം ആ ചരിത്രപരമായ തീരുമാനത്തിൻ്റെ മൂല്യം തിരിച്ചറിയുകയാണ്. ഇറാൻ ആക്രമണങ്ങളുടെ ആദ്യ 50 ദിവസങ്ങളും തുടർന്നുള്ള സംഘർഷവും മുന്നിൽ നിൽക്കെയാണ് 50ാം വാർഷികം എത്തുന്നത്. അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണം പോലും UAEക്ക് ചെറുക്കാനായി. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താന്റെ ദീർഘവീക്ഷണത്തിന്റെ അടയാളമാണ് UAE സായുധ സേനയുടെ ഏകീകരണം. UAEയുടെ സ്ഥിരതയ്ക്കായി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുമെന്ന് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ എക്സിൽ കുറിച്ചു. രക്തസാക്ഷികളായ സൈനികരുടെ ത്യാഗങ്ങളെ സ്മരിക്കുന്നു. UAEയുടെ കരുത്ത് ജനങ്ങളിലും ഐക്യത്തിലുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സായുധസേന രാജ്യത്തിൻ്റെ ഉരുക്കുകോട്ടയാണെന്നായിരുന്നു വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിൻ്റെ പ്രതികരണം. സായുധസേന ഏകീകരണം മുതൽ ഓരോ ചുവടുവയ്പ്പിലും അദ്ദേഹത്തിൻ്റെ പങ്കുണ്ടായിരുന്നു.
ഓരോ എമിറേറ്റിലെയും ഭരണാധികാരികൾ സായുധ സേനയെ അഭിനന്ദിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സായുധ സേന ഐക്യത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്നത്. UAE-യുടെ കരുത്തും കാവലുമായി നിലകൊള്ളുകയാണ് സായുധ സേനാംഗങ്ങൾ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും രാജ്യത്തെ തങ്ങളുടെ കരവലയത്തിനുള്ളിൽ ചേർത്തു സംരക്ഷിക്കുന്നവർ. ഉള്ളിലേക്ക് ഇറങ്ങും തോറും UAE ശക്തമാണെന്ന് സംഘർഷ സമയത്ത് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പറഞ്ഞത് ഇവരെ കൂടി ചേർത്താണ്. ഒരടി പതറാതെ ഇവർ ഇങ്ങനെയുള്ളപ്പോൾ UAE എങ്ങനെ വീഴാനാണ്? ആര് വീഴ്ത്താനാണ്? ദുബായിൽ നിന്ന് കേരളത്തിലേക്കൊരു ബൈക്ക് യാത്ര. യാത്രാപ്രേമികളുടെ ബക്കറ്റ് ലിസ്റ്റിലെ ഹോട്ട് ഫേവറേറ്റ് ഐറ്റമാണിത്. ദേ ഒരു മലയാളി വരുന്നുണ്ട് ദുബായിൽ നിന്ന് തൃശ്ശൂരിലേക്ക്. അതും ഏതാണ്ട് 70 ദിവസത്തിലധികം തൻ്റെ ബൈക്കിൽ യാത്ര ചെയ്താണ് ഇദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു സോളോ ബൈക്ക് ട്രിപ്പ്. 11 രാജ്യങ്ങൾ താണ്ടിയുള്ള യാത്ര. 70 ദിവസത്തിലധികം എടുത്ത് ഒരു കേരള ട്രിപ്പ്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള റൈഡ് തുടങ്ങിയിരിക്കുകയാണ് തൃശൂർ വാടാനപ്പള്ളി സ്വദേശി മുഹമ്മദ് നസീബ്. പ്രസിദ്ധമായ ദുബായ് ഫ്രെയിമിൽ നിന്ന് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. യാത്രയോട് വല്ലാത്ത മുഹബത്താണ് നസീബിന്. നേരത്തെ ചില രാജ്യങ്ങളിലേക്കൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ട്. ഇത്രയും റിസ്ക്കുള്ള വലിയ റൈഡ് ഇതാദ്യമാണ്. ഒരു യാത്ര സ്നേഹം തുടങ്ങുന്നത് നമ്മളെ ഒരു കോളേജ് ടൈമിൽ തന്നെ ആയിരിക്കും. ആ സമയത്ത് നമ്മളെ ഒരു ചെറിയ ചെറിയ യാത്രകൾ നമ്മളതിങ്ങനെ ഒരു സ്റ്റേജ് കഴിയുന്തോറും ഓക്കെ നെക്സ്റ്റ് ലെവൽ നമുക്ക് പിടിച്ചു വെക്കാം എന്നുള്ള ആ ഒരു യാത്രയുടെ സ്നേഹം, ആ ഒരു ഇൻട്രസ്റ്റ് അപ്പോഴേ വരുന്നുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മുൻ പ്രവാസിയായിരുന്നത് കുവൈത്തിലായിരുന്നു. കുവൈത്തിൽ നീണ്ട ഒരു 17 വർഷത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ ഒരു സാധാരണ ഒരു യമഹയുടെ ഒരു FC V3 എന്നുള്ള എടുത്തു. അതായിട്ട് ഞാൻ എൻ്റെ പഴയ കോളേജ് വൈബ് ഒന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് യാത്ര ഒരു 3-6 ഊട്ടിയൊക്കെ പോയിരുന്നു. അതിൽ നിന്നാണ് കൂടുതലും എനിക്കൊരു ഈ ഒരു സമയത്തും ഈ ഒരു ഏജിലും ഇനിയും അങ്ങോട്ട് യാത്ര ചെയ്യാമെന്നൊരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തത്. പിന്നെ ഞാനൊരു 2019 ഒരു INB ട്രിപ്പ് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ഇതുപോലെ തന്നെ ഒരു 2 months ഒരു ഡീസൻ്റ് നല്ല റൈഡായിരുന്നു. നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ യാത്ര പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ പശ്ചിമേഷ്യൻ സംഘർഷം പ്ലാൻ വെള്ളത്തിലാക്കി. ഇറാൻ വഴി നിശ്ചയിച്ചിരുന്ന യാത്ര മുടങ്ങി. അതോടെ റൂട്ട് മാറ്റിപ്പിടിച്ചു. ഇറാഖും പാകിസ്ഥാനും ഉൾപ്പെടെ 11 രാജ്യങ്ങൾ താണ്ടിയാണ് നസീബ് കേരളത്തിലെത്തുന്നത്. കടമ്പകൾ പലതായിരുന്നു. UAE ആ ഒരു സ്ട്രെങ്ത് ഇപ്പോഴും ഫുൾ ഓൺ ആണെന്നുള്ളതിൻ്റെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ യാത്ര ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് UAE തരുന്ന ഒരു ഫുൾ സപ്പോർട്ട്, അല്ലെങ്കിൽ UAE നമുക്ക് തരുന്ന ആ ഒരു ഫുൾ കരുതൽ വേറൊരു ലെവൽ തന്നെയാണ്. അതിലൊന്നും നമുക്കൊരു സംശയമില്ല. UAE എസ്പെഷ്യലി ദുബായ്. ഓക്കെ, പിന്നെ ഒരു യാത്ര ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് ഐറ്റിനറി പ്ലാൻ ചെയ്തിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു ജനുവരി ഫെബ്രുവരി ഓൺവേർഡ്സാണ് ഞാൻ പ്ലാൻ തുടങ്ങിയത്. ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത് ഇറാൻ വഴിയായിരുന്നു. സാഹചര്യങ്ങൾ മാറിക്കൊണ്ട് പിന്നെ ഞാൻ എൻ്റെ അടുത്ത പ്ലാൻ പിടിച്ചു. നമ്മളൊരു ആഗ്രഹം മനസ്സിലേക്ക് കൊണ്ടുനടക്കാൻ തുടങ്ങിയ വർഷങ്ങളായി. അതിനുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുമ്പോഴാണ് ഈ ഒരു സിറ്റുവേഷൻ കയറി വന്നത്. സൗദി വഴി ജോർദാൻ, ഇറാഖ്, തുർക്കി, ജോർജിയ, റഷ്യ, പിന്നെ റഷ്യയിൽ നിന്ന് നേരെ കസാക്കിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഇന്ത്യ, നേരെ കേരളത്തിലേക്ക് നമ്മുടെ സ്വന്തം നാട്ടിലേക്കുള്ളൊരു യാത്ര. അത് വേറെ ലെവല്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ റൂട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിസകളും കാര്യങ്ങളൊക്കെ വിത്തിൻ 1 month's ഉള്ളിലാണ് ഞാനിതൊക്കെ പ്രോസസ്സ് ചെയ്തത്. ഓരോ വിസക്കും സത്യം പറഞ്ഞാൽ ഓരോ കഥകൾ തന്നെ ഉണ്ട്.
പല ആൾക്കാരുടെ ഹെൽപ്പുകളും പല ആൾക്കാരുടെ ഈ പറഞ്ഞ പോലെ ഓരോ രാജ്യത്തു നിന്നും പല ആൾക്കാരെ കോൺടാക്ട് ത്രൂ ആണ് നമുക്ക് ഈ വിസ ഒക്കെ കിട്ടിയത്. നമ്മൾ ഇത്രയും ഇപ്പോൾ 11 രാജ്യത്ത് നിന്ന് കടന്നാണ് പോകുന്നത്. അവസാനം സൗദി വിസ ഈ പറഞ്ഞ പോലെ കുറച്ച് ഹജ്ജിൻ്റെ സീസൺ ആയതുകൊണ്ട് അവർ തൽക്കാലം ഒന്ന് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. എന്തോ നമ്മൾ യാത്രയുടെ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും രണ്ടാമത് റീ ഓപ്പൺ ആയി. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇതെല്ലാം കിട്ടിയിട്ട് 2 days ആയിട്ടുള്ളൂ. 2 daysന് ശേഷം ഇപ്പോൾ പെട്ടെന്ന് തന്നെ യാത്രക്ക് ഒരുങ്ങി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ. കക്ഷിയുടെ ബൈക്കിനും ധാരാളം പ്രത്യേകതകളുണ്ട്. ചെറുപ്പം മുതലേ RX-100 എല്ലാം വണ്ടീനെ പല രീതിയിൽ മോഡിഫൈ ചെയ്ത് അങ്ങനെ കൊണ്ടുനടക്കുന്ന കാലമായിരുന്നു. പിന്നെ നമ്മൾ പ്രവാസ ജീവിതം തുടങ്ങിയതിന് ശേഷം ഒരു ലോങ് ക്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും Yamaha FZ V3 വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ യമഹയിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു യൂണിക് അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറിംഗ് ബൈക്ക് എന്നുള്ള രീതിയിൽ നോക്കി വന്നപ്പോൾ വേറെ 2 വണ്ടികളുണ്ട്. പക്ഷേ ഈ വണ്ടി കുറച്ചും കൂടിയും എനിക്ക് ഭയങ്കര ഒരു ഫീൽ കിട്ടി. എസ്പെഷ്യലി ആ സമയത്ത് ഞാൻ എടുക്കുമ്പോൾ ഒരു 4 years മുമ്പ് എടുത്ത വണ്ടിയാണ്. പലപ്പോഴായിട്ട് പല പ്ലാനുകളൊക്കെ ചെയ്യുന്നുണ്ട്, ഒമാനൊക്കെ പോയി വരുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു യാത്ര ബൈ ഷിപ്പ് ചെയ്ത് അവിടെ ചെന്ന് ഓടിക്കാമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അതൊരു നോട്ട് ഫീൽ ഗുഡ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തു. അതാണ് ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം സോഫാർ ടൂറിംഗ് ബൈക്ക് എന്ന നിലക്ക് നല്ലൊരു പെർഫോമൻസ് ആണ്. കട്ട സപ്പോർട്ടുമായി ഫ്രണ്ട്സും ഫാമിലിയും വിവിധ കൂട്ടായ്മകളും നസീബിനൊപ്പമുണ്ട്. ഇത് വലിയൊരു ഘടകം തന്നെയാണ് യാത്രയുടെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. നമ്മളെ ഫാമിലിയുടെ സപ്പോർട്ടും, പ്രത്യേകിച്ച് നമ്മൾ പാരൻസ്, വൈഫ്, കുട്ടികൾ, എല്ലാ ഫാമിലി ഫ്രണ്ട്സും, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് എല്ലാം ഫാമിലീസ് ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട്സ് തരുന്ന എല്ലാ സപ്പോർട്ടും അത് വേറൊരു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയധികം ഉണ്ട്. ഓരോരുത്തരുടെ പേര് പറയാൻ പറ്റില്ല, ഒരുപാട് പേര്. ചില സന്ദേശങ്ങൾ കൂടി പകർന്നുകൊണ്ടാണ് ഈ യാത്ര. ഒരു യാത്രയുടെ ഒരു ബേസിക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫ്രെയിം ടു കേരള, ഓക്കെ, പീസ് ടു വാർ എന്നുള്ള രീതിയിലാണ്, ബൈ ബൈക്ക് ആ രീതിയിലാണ് നമ്മൾ ഒരു യാത്രനെ ഉദ്ദേശിക്കുന്നത്. അറേബ്യ ദിസ് വീക്കിന്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. ഗുഡ് ബൈ.